റൗണ്ട് പൂർത്തിയായപ്പോഴാണ് സുരേഷ് ഗോപിയുടെ ലീഡ് 37,766 വോട്ടുകളായി ഉയർന്നിരിക്കുന്നത്. തൊട്ടടുത്ത് സുരേഷ് ഗോപിയുടെ 37,766 വോട്ടിനെ പിന്നിലാക്കിയിരിക്കുന്നത് വി.എസ്. സുനിൽകുമാറിനെയാണ്. വി.എസ്. സുനിൽകുമാറിന് തൊട്ടു പിന്നിലുള്ളത് കെ മുരളീധരനും. അതായത് കെ മുരളീധരൻ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. പത്തനംതിട്ടയിൽ തോമസ് ഐസക് 2-ാം സ്ഥാനത്താണ്. 3-ാമതാണ് അനിൽ ആന്റണി നിൽക്കുന്നത്. പത്തനംതിട്ടയിൽ തോമസ് ഐസക് ഈസിയായി വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഇതാ തിരിച്ചടി. പത്തനംതിട്ടയിൽ യു.ഡി.എഫിന്റെ ലീഡ് 15,400 വോട്ടുകൾ. ആന്റണി മണ്ഡലം നിലനിർത്താൻ പോകുന്നു പത്തനംതിട്ടയിൽ എന്നുള്ള വിവരങ്ങളാണ്. കൊല്ലത്ത് 40,165 വോട്ടുകൾക്ക് എൻ.കെ. പ്രേമചന്ദ്രൻ മുന്നിലാണ്. കൊല്ലത്ത് എൻ.കെ. പ്രേമചന്ദ്രൻ ഒരു മത്സരം കാഴ്ചവെക്കാൻ മുകേഷിന് സാധിച്ചിട്ടില്ല എന്ന് വേണം ഈ വോട്ടുകളുടെ ലീഡ് കൊണ്ട് മനസ്സിലാക്കാൻ. 40,165 വോട്ടുകൾക്കാണ് എൻ.കെ. പ്രേമചന്ദ്രൻ മുന്നിലെത്തി നിൽക്കുന്നത്. പത്തനംതിട്ടയിലെ ഫലം ഒരിക്കൽ കൂടി യു.ഡി.എഫ് അവിടെ മുന്നിലെത്തി നിൽക്കുന്നത്. ആന്റണി അവിടെ മുന്നിലെത്തി നിൽക്കുന്നത് 15,400. വടകരയിൽ ഷാഫി പറമ്പിലിന്റെ ലീഡ് 31,436 വോട്ടുകളാണ്. വടകരയിൽ നികേഷ് കുമാർ, വടകരയിൽ 1,00,000 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ വിജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. നിലവിലുള്ള ട്രെൻഡ് ഏതാണ്ട് ശൈലജ ടീച്ചർ കൺസീഡ് ചെയ്യുന്ന വാചകങ്ങളല്ലേ നമ്മൾ നേരത്തെ. നിലവിൽ ട്രെൻഡ് വളരെ ക്ലിയർ ആണ്. എല്ലായിടങ്ങളിലും ആദ്യഘട്ടത്തിലെ ഒരു റൗണ്ടിലുണ്ടായിരുന്ന മുന്നേറ്റമല്ലാതെ കെ ശൈലജയ്ക്ക് ആവർത്തിക്കാൻ സാധിച്ചിരുന്നില്ല. അത് പോസ്റ്റൽ ബാലറ്റിലായിരുന്നു. അതിനുശേഷം ഷാഫിയുടെ ശക്തമായ ഓട്ടമാണ്. പാലക്കാടിന്റെ പരുക്കൻ മണ്ണിൽ ചൂടേറ്റു വളർന്ന് ഉഷ്ണതരംഗത്തെ അതിജീവിച്ചുവെന്ന് ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിങ് എടുക്കുന്നു, വടകരയുടെ മനസ്സിങ് എടുക്കുന്നു, വടകരയുടെ ഹൃദയത്തിൽ ഷാഫി, വടകരയുടെ വോട്ടിൽ ഷാഫി, വടകരയുടെ മനസ്സിൽ ഷാഫി. 5 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ പൊന്നാനിയിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ അബ്ദുൾ സമദ് സമദാനി വ്യക്തമായ ലീഡ് നിലനിർത്തുന്നു. 68,720 വോട്ടുകളുടെ ലീഡുമായി സമദാനി മുന്നിലാണ്. തിരുവനന്തപുരത്ത് 1,00,000 വോട്ട് പിന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ. ആകെ കിട്ടിയ വോട്ടാണ് 1,00,000 വോട്ട് കേട്ടോ, ലീഡല്ല. രാജീവ് ചന്ദ്രശേഖറിന് 1,03,115 വോട്ടുകളും തരൂറിന് 94,714 വോട്ടുകളും പന്നിന് 71,265 വോട്ട്. ആലത്തൂരിൽ LDFിന്റെ ലീഡ് 5 അക്കം കടന്നിരിക്കുന്നു. 10,087 വോട്ടുകൾ മാത്രമായി LDFിന്റെ ലീഡ് ഉയരുന്നു. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ കനയ്യകുമാർ പിന്നിലാണ്. BJPയുടെ മനോജ് തിവാരി 31,547 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ്. ആലത്തൂരാണ് ഏക മണ്ഡലം LDF മുന്നിൽ നിൽക്കുന്ന. അവിടെ 10,087 വോട്ടുകൾക്കാണ് LDF മുന്നിലെത്തി നിൽക്കുന്നത്. ആലത്തൂരിൽ LDF ലീഡ് 10,087 വോട്ടുകൾക്ക്. കൊടിക്കുന്നിൽ മാവേലിക്കരയിൽ 8,887 വോട്ടുകൾക്ക് മുന്നിലാണ്. നിലവിൽ കേരളത്തിൽ ഇടുക്കി, വയനാട്, കോഴിക്കോട്, പൊന്നാനി, മലപ്പുറം, എറണാകുളം, കൊല്ലം, വടകര, ആലപ്പുഴ, പാലക്കാട് ഇവിടെയൊക്കെ വ്യക്തമായ മുന്നേറ്റം യു.ഡി.എഫ് കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് നിലവിലെ ദേശീയ കാര്യങ്ങൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ. 3.25 മണിക്കൂർ പിന്നിടുമ്പോൾ 300 എന്ന് പറയുന്ന സംഖ്യയിൽ പോലും NDAക്ക് എത്താൻ കഴിയുന്നില്ല. ഇപ്പോഴും 285, 290 എന്ന റേഞ്ചിലാണ് ചുറ്റിക്കളിക്കുന്നത് NDA. അതിൽ തന്നെ 230 തിരിച്ചു പിടിച്ചിരിക്കുന്നു വിജോയുടെ ലീഡ് 346, അതായത് 2. ഇപ്പോ LDF 2, NDA 2 എന്നുള്ള നിലയാണ്. LDF 2, NDA നില. കണ്ണൂരിൽ കെ സുധാകരന്റെ ലീഡ് 29,205 ആയിരിക്കുന്നു. കോഴിക്കോട് MK രാഘവന്റെ ലീഡ് 67,566 ഉയർന്നിരിക്കുന്നു. പൊന്നാനിയിൽ സമദാനി ലീഡ് ഉയർത്തുന്നു 71,933. KC വേണുഗോപാലിന്റെ ലീഡ് 29,417 ആയിരിക്കുന്നു. വയനാട്ടിൽ രാഹുലിന്റെ ലീഡ് 1,38,618 ആയിരിക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഖനി എന്ന ലീഗ് നേതാവിന്റെ ലീഡ് 20,000 കടന്നിരിക്കുന്നു. തമിഴ്നാട്ടിലെ DMK ഗംഭീരമായി പെർഫോം ചെയ്തിരിക്കുന്നു. 39 സീറ്റുകളിൽ 36 സീറ്റുകളിലും വലിയ ലീഡിലേക്കാണ് DMK പോകുന്നത്. ഏറ്റവും നന്നായി സീറ്റ് വിഭജനം നടത്തിയ മാത്രമല്ല അണ്ണാമലയ്ക്ക് ഒരു ഇഫക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ ഹാസനിലെ പ്രജ്വൽ രേവണ്ണ 1,446 വോട്ടുകൾക്ക് മുന്നിലാണ് നിൽക്കുന്നത്. നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനം കണ്ണൂരിലെ കെ സുധാകരന്റെ ലീഡാണ്. 30,000-ഓളം വോട്ടുകൾക്ക് ഇപ്പോൾ കെ സുധാകരൻ ചെയ്യുകയാണ് എന്നുള്ളതാണ്. കണ്ണൂർ ഉറപ്പിക്കുന്നുണ്ടോ കെ സുധാകരൻ എന്ന് സംശയിക്കുന്ന വിധത്തിൽ